എല്ലാവർക്കും വീണ്ടും മീറ്റെക്കിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ കൂടി ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു വേരിയബിൾ പവർ സപ്ലൈ ആണ്. 0 വോൾട്ട് മുതൽ 30 വോൾട്ട് വരെ വേരി ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയബിൾ പവർ സപ്ലൈ ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കൂടി കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ ഘടകം എന്ന് പറയുന്നത് ഒന്ന് ഈ ട്രാൻസ്ഫോർമറാണ്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സെൻട്രൽ ടാപ്ഡ് ട്രാൻസ്ഫോർമറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെൻട്രൽ ടാപ്ഡ് അല്ലാത്ത ട്രാൻസ്ഫോർമർ ഉപയോഗിക്കാം. അത് നിങ്ങളുടെ വർക്കിനനുസരിച്ച് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 12.012 അങ്ങനെ കിട്ടുന്ന ഒരു ട്രാൻസ്ഫോമറാണ്. 1 ആംപിയർ ഇതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് ചെയ്യാൻ പറ്റുന്ന കറണ്ടാണ്. ഓക്കെ, പിന്നെ ആവശ്യമുള്ളത് 4 ഡയോഡുകളാണ്. ഇത് 1N4007 എന്ന ഡയോഡുകളാണ്, റെക്ടിഫയറിന് ഉപയോഗിക്കുന്ന ഡയോഡുകളാണ്. പിന്നെ ആവശ്യം വരുന്നത് ഒരു കപ്പാസിറ്ററാണ്. കപ്പാസിറ്ററിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1000 ഓഫ് 35 വോൾട്ടിൻ്റെ കപ്പാസിറ്ററാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ട്രാൻസ്ഫോർമറിൽ നിന്ന് വരുന്നത് 25 വോൾട്ടിനടുത്തുണ്ട്. നമ്മൾ 12 വോൾട്ടാണ് ഉപയോഗിക്കുന്നത്. അത് റെക്ടിഫൈ ചെയ്ത് വരുമ്പോൾ 30 വോൾട്ട് വരും. അപ്പോൾ ഈ 30 വോൾട്ട് താങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 35 വോൾട്ടിൻ്റെ കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത് ഇവിടെ. ഓക്കെ, പിന്നെ ആവശ്യമുള്ളതെന്ന് പറയുന്നത് ഈ കപ്പാസിറ്റർ ഫിൽറ്റർ ആണല്ലോ. ഫിൽറ്ററിന് ഡിസ്ചാർജ് ചെയ്യാനായിട്ട് ഒരു 1K ആണ് വേണ്ടത്. ഞാനിവിടെ നോക്കിയപ്പോൾ എനിക്ക് ഹീറ്റിൻ്റെ പ്രോബ്ലം വന്നു. അതുകൊണ്ട് ഞാൻ 1/2 വാട്ടിൻ്റെ 2 റെസിസ്റ്റർ, 1Kൻ്റെ 2 റെസിസ്റ്റർ ഇതിന് പാരലായിട്ട്, ഈ കപ്പാസിറ്ററിന് പാരലായിട്ട് ഞാൻ വെച്ചിരിക്കുകയാണ്. പിന്നത്തെ മെയിൻ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഈ IC ആണ്. ട്രാൻസിസ്റ്ററാണ്, ഇതിന് IC എന്നും പറയാറുണ്ട്. അതെന്ന് പറയുന്നത് ഇതിൻ്റെ പേര് LM317 വേരിയബിൾ വോൾട്ടേജ് റെഗുലേറ്ററാണ്. LM317. അപ്പോൾ ഇതിൻ്റെ പിന്നൗട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കോൺഫിഗറേഷൻ വരുന്നത്. ആദ്യത്തെ ഈ ലെഫ്റ്റ് സൈഡിലത്തെ ഫസ്റ്റ് ലീഡ്, ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ എണ്ണി തുടങ്ങുകയാണെങ്കിൽ ആദ്യത്തെ ലീഡ് അത് എന്ന് പറയുന്നത് അഡ്ജസ്റ്റ് ആണ്. ഇതിൽ കൂടി ഈ പിന്നിലാണ് നമ്മൾ വോൾട്ടേജിനെ വേരി ചെയ്യാനുള്ള കറണ്ട് കൊടുക്കുന്നത്. സെൻട്രലിലത്തെ അതായത് രണ്ടാമത്തെ പിന്നാണ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. ഇതിൽ നിന്നാണ് നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് എത്ര വോൾട്ടേജ് വരുന്നുണ്ട് അതൊക്കെ നമുക്ക് വേരി ചെയ്തെടുക്കാൻ പറ്റുന്നത്. എൻ്റെ കേസിൽ ഇപ്പോൾ 0 തൊട്ട് 30 വോൾട്ട്. പിന്നെ ഇൻപുട്ട് കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ ഒരു 30 വോൾട്ടാണ് നമുക്ക് കിട്ടേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മളൊരു 30നും മുകളിൽ കൊടുക്കണം. 30 വോൾട്ടിന് മുകളിൽ കൊടുത്തില്ലെങ്കിൽ വോൾട്ടേജ് 30 വോൾട്ടിനും താഴെ ആയിരിക്കും നമുക്ക് റെഗുലേറ്റ് ചെയ്ത് വരുമ്പോൾ കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ 30 വോൾട്ടിന് മുകളിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. 30 വോൾട്ടാണ് നമുക്ക് വേണ്ടത് മാക്സിമെങ്കിൽ. ഇതൊക്കെയാണ് നമ്മുടെ കമ്പോണൻസ്. പിന്നെ ആവശ്യമുള്ളത് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയും. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 10Kൻ്റെ പൊട്ടൻഷ്യോമീറ്റർ ആണ്. അതിനോട് പാരലായിട്ട് ഞാനൊരു 10Kൻ്റെ ഫിക്സഡ് റെസിസ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. അതും 1/2 വാട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഹീറ്റിൻ്റെ പ്രോബ്ലം ഇതിലും കണ്ടു. പെട്ടെന്ന് പൊട്ടൻഷ്യോമീറ്റർ ചൂടാവുന്ന പോലെ തോന്നി. അപ്പോൾ ഞാനൊരു പാരലായിട്ടൊരു 1/2 വാട്ടിൻ്റെ റെസിസ്റ്റർ ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് 5Kൻ്റെ ഒരു 5K ഒരു പൊട്ടൻഷ്യോമീറ്റർ പോലെ ഇത് ആക്റ്റീവ് പാരലൽ സർക്യൂട്ടിൽ നമുക്കൊരു 5K ആണ് നമുക്ക് ഇതിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ കമ്പോണൻറ്റ്സ് നമ്മൾക്ക് ആവശ്യമുള്ളത്. ഇനി ഈ 4 ഡയോഡാണ് ഇതിൽ നമ്മൾ വരുന്ന ഈ ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന AC-നെ DC ആക്കാൻ ഉപയോഗിക്കുന്ന 4 ഡയോഡുകളാണ്. ഈ ഡയോഡിൽ നിന്നാണ് നമുക്ക് ഈ റെഗുലേറ്ററിലേക്ക് കൊടുക്കാനുള്ള 30 വോൾട്ട് അല്ലെങ്കിൽ 35 വോൾട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വോൾട്ടേജ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ഇൻപുട്ട് കൊടുക്കുന്നു. ഇതൊരു ബ്രിഡ്ജ് റെക്ടിഫയറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. സർക്യൂട്ടിൻ്റെ കണക്ഷൻ ഡയഗ്രാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഈ IC-യുടെ പിന്നൗട്ടും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ഇതാണ് ഞാൻ ഈ പറഞ്ഞ ഈ ബ്രിഡ്ജ് റെക്ടിഫയർ. പിന്നെ ഈ C1 എന്ന കപ്പാസിറ്ററാണ് ഈ ഫിൽറ്റർ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന 1000 ഓഫിൻ്റെ കപ്പാസിറ്റർ 35 വോൾട്ടിൻ്റെ. ഓക്കെ, പിന്നെ R1ഉം R2 ഉണ്ട്. R1 R2 ഞാൻ ഈ കപ്പാസിറ്ററിന് പാരലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 റെസിസ്റ്റർ പാരലായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് രണ്ടും 1K ആണ്. 1K രണ്ടെണ്ണം ഞാൻ പാരലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ റെഗുലേറ്ററാണ്. റെഗുലേറ്ററിൻ്റെ കേസിൽ റെഗുലേറ്ററിൻ്റെ ഈ ഫസ്റ്റത്തെ പിന്നെ അഡ്ജസ്റ്റ് ആണ്. സെക്കൻഡ് പിന്നെ ഔട്ട്പുട്ടാണ്. പിന്നെ ഈ മൂന്നാമത്തെ പിന്നാണ് നമ്മുടെ ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഫിൽറ്റർ ചെയ്തതിന് ശേഷം വരുന്ന ആ പോസിറ്റീവ് ലൈൻ ഞാൻ എൻ്റെ IC-യുടെ മൂന്നാമത്തെ പിന്നിലേക്ക് കൊടുക്കുന്നു. Vin എന്ന ഈ പിന്നിലേക്ക് ഞാൻ കൊടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഞാനൊരു ലൈൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ കാണുന്ന ഈ റെഡ് ലൈൻ. യെല്ലോയിൽ നിന്ന് തുടങ്ങി ഈ റെഡിലേക്കാണ് അവസാനിക്കുന്നത്.
ഇവിടെയാണ് നമ്മുടെ പോസിറ്റീവ് വേരിയബിൾ 0 to 30 വോൾട്ടിൻ്റെ വേരിയബിൾ നമുക്ക് കിട്ടുന്നത്. ഇവിടെ നെഗറ്റീവ് ഞാൻ വലിച്ചു, നെഗറ്റീവ് ലൈൻ ഇവിടെയും തൊട്ട് ഇവിടെ വരയ്ക്ക് നെഗറ്റീവ് എനിക്ക് കിട്ടും. അപ്പോൾ ഞാൻ നെഗറ്റീവ് ഒരെണ്ണം ഇവിടേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ അഡ്ജസ്റ്റ് നമ്മുടെ ആദ്യത്തെ പിന്നിലേക്ക് ഞാൻ എൻ്റെ അഡ്ജസ്റ്റ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അഡ്ജസ്റ്റിനായി ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടെ പൊട്ടൻഷ്യോമീറ്റർ ആണ്. പൊട്ടൻഷ്യോമീറ്റർ ഞാൻ പറഞ്ഞു 10K ഒരു 10K പാരലായിട്ട് വെച്ചിട്ടുണ്ട്. ഹീറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 10K വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 10K വെച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ലീഡ് നെഗറ്റീവിലേക്കും മറ്റേ ലീഡ് ഞാൻ എൻ്റെ അഡ്ജസ്റ്റ് ഈ LM317ൻ്റെ അഡ്ജസ്റ്റിലേക്ക് ഞാൻ കൊടുത്തിരിക്കുന്നത്, അതായത് ഫസ്റ്റ് പിന്നിലേക്ക് ഞാൻ കൊടുത്തിരിക്കുന്നു. പൊട്ടൻഷ്യോമീറ്ററിൽ 3 ലീഡുകളുണ്ടാവും. അതിൽ ഇത് രണ്ടിലും കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസും, ഈ 2 പിന്നിലാണെങ്കിൽ ഇതിൻ്റെ സെൻട്രലിലത്തെ വൈപ്പർ എന്നൊരു പൊസിഷൻ ഉണ്ട്. ആ പൊസിഷൻ ഏത് ഭാഗത്താണ് നിൽക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഇതിലെ റെസിസ്റ്റൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഇതിൻ്റെ വൈപ്പർ ഹെഡ് നിൽക്കുന്ന ഏകദേശം ഇതിന് ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിലാണെങ്കിൽ, പെർപെൻഡിക്കുലർ രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഒരു 10ൻ്റെ പകുതി ഏകദേശം കിട്ടുന്നത് 5K നമുക്ക് ഇതിൻ്റെ റെസിസ്റ്റൻസ് കിട്ടുന്നു. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ സെൻട്രലിൽ നിന്ന് ഇതിൻ്റെ സെൻട്രലിൽ നിന്ന് ഇതിൻ്റെ അഡ്ജസ്റ്റിലേക്ക് കൊടുത്തു. പിന്നീടുള്ള അവസാനത്തെ ആ 2 ലീഡുകൾ, ഈ 2 ലീഡുകൾ ഞാൻ ഗ്രൗണ്ടിലേക്ക് കൊടുത്തിരിക്കും, അതായത് നെഗറ്റീവിലേക്ക് ഞാൻ കൊടുത്തിരിക്കും. പിന്നീട് ഒരു റെസിസ്റ്റർ കൂടി പറയാൻ ഞാൻ വിട്ടുപോയി. അത് എന്ന് പറയുന്നത് 220 ഓമിൻ്റെ ഒരു റെസിസ്റ്ററാണ്. അതും ഹാഫ് വാട്ടിൻ്റെ റെസിസ്റ്ററാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഞാൻ അതിൻ്റെ ഒരു ലീഡ് ഔട്ട്പുട്ടിൽ നിന്ന് എടുക്കും, മറ്റേ ലീഡ് അതിൻ്റെ അഡ്ജസ്റ്റ് എന്ന പിന്നിലേക്ക്, അതായത് ICയുടെ അഡ്ജസ്റ്റ് എന്ന പിന്നിലേക്ക് ഞാൻ കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. നമുക്ക് വേരിയബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ കണക്ഷൻ കൊടുക്കുകയാണ്. നമുക്കിപ്പോൾ ഞാൻ എൻ്റെ ട്രാൻസ്ഫോർമറിൽ നിന്ന് വരുന്ന ഒരു ലീഡ് ഞാൻ ഈ ഡയോഡിൻ്റെയും ഈ 2 ഡയോഡിൻ്റെ സെൻറ്ററിൽ, അതായത് ഈ കോമൺ പോയിന്റിൽ ഞാൻ കൊടുക്കും. പിന്നെ നെക്സ്റ്റ് ലീഡ് എടുത്ത് ഈ 2 ഡയോഡിൻ്റെ കോമൺ പോയിന്റിലേക്ക് ഞാൻ കൊടുത്തു. ഓക്കെ, പിന്നീട് നെഗറ്റീവ് എടുക്കുന്നത് ഈ 2 ഡയോഡിൻ്റെ കോമൺ പോയിന്റിൽ നിന്നാണ്. പിന്നെ പോസിറ്റീവ് എടുക്കുന്നത് ഈ 2 ഡയോഡിൻ്റെ കോമൺ പോയിന്റിൽ നിന്നാണ് ഞാൻ ഈ പോസിറ്റീവ് ലൈൻ എടുക്കുന്നത്. ഓക്കെ, അവസാനത്തെ ഈ വി ഔട്ടും ആദ്യം വരുന്ന ഈ വിന്നുമായിട്ട് ഒരു ബന്ധവുമില്ല. നെഗറ്റീവ് മാത്രമേ ആകെ കൂടി കണക്ഷൻ വരുന്നുള്ളൂ. ഓക്കെ, ഇപ്പം നമുക്ക് ഇനി സപ്ലൈ ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എത്ര വോൾട്ടൊക്കെ വരുന്നുണ്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനായിട്ടൊരു മൾട്ടിമീറ്റർ ഉപയോഗിക്കുന്നുണ്ട്, വോൾട്ടേജ് നമുക്ക് കാണിച്ചു തരാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് ട്രാൻസ്ഫോർമറിൽ നിന്ന് എത്ര വോൾട്ടേജ് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് മൾട്ടിമീറ്ററിൽ നോക്കാം. മൾട്ടിമീറ്ററിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് AC പൊസിഷനിൽ 200 എന്ന പൊസിഷനിൽ ഇടുക. ഞാൻ ഈ 2 വയറാണ് ഞാൻ ട്രാൻസ്ഫോമറിൽ നിന്ന് എടുക്കുന്നത്, ഞാൻ കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു 24 വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്, അതായത് 12 + 12 24 വോൾട്ട് നമുക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇനി DC മോഡിൽ ഇടുക. DC മോഡ് നമ്മളിപ്പോൾ ഒരു 200 ഇടണം, കാരണം 30 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടുന്നതുകൊണ്ട് നമ്മളൊരു 200 വോൾട്ടിൻ്റെ റേഞ്ചിലിടണം. 20 വോൾട്ടിൻ്റെ റേഞ്ചിലിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ ഗ്രൗണ്ട് വരുന്നത് ഈ റെയിലാണ്, അതായത് നെഗറ്റീവ് വരുന്നത് ഈ റെയിലാണ്, പോസിറ്റീവ് വരുന്നത് ഇവിടെയാണ്. ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് 30.9, അതായത് ഒരു 31 വോൾട്ട്, ഏകദേശം നമുക്കൊരു 31 വോൾട്ട് നമുക്ക് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് എത്ര വരുന്നുണ്ടെന്നോ. ഓക്കെ, നമുക്കിപ്പോൾ ഒരു 29 വോൾട്ടിലാണ് ഞാനിപ്പോൾ എൻ്റെ പൊട്ടൻഷ്യോമീറ്റർ ഞാൻ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പൊട്ടൻഷ്യോമീറ്റർ ഒന്ന് തിരിക്കുകയാണ് ഞാൻ. അപ്പോൾ അതിനനുസരിച്ച് വോൾട്ടേജ് വേരി ചെയ്യുന്നത് കാണാം. അടിയിൽ 28 അങ്ങനെ വോൾട്ടേജ് കുറഞ്ഞ് വരുന്നു. നമുക്ക് ഏകദേശം ഒരു 1.4 വോൾട്ട് വരെയാണ് ഞാൻ നോക്കിയപ്പോൾ ഇതിൽ കുറയ്ക്കാൻ പറ്റുന്നുള്ളൂ. 1.4 വോൾട്ട് വരെ നമുക്ക് ഇതിൽ കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഏകദേശം നമുക്കൊരു 29 വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. 29.2, ഏകദേശം 30 വോൾട്ടിനടുത്ത് നമുക്ക് ഏകദേശം കിട്ടുന്നുണ്ട് ഔട്ട്പുട്ട്. നമുക്ക് ഇതിൽ ഏത് വോൾട്ട് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷൻ അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു വേരിയബിൾ പവർ സപ്ലൈ. നമുക്കൊരു 1 ആംപിയർ ഒക്കെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ബാറ്ററി ഒക്കെ നമുക്ക്, കുറച്ച് വലിയ ബാറ്ററി ഒക്കെ നമുക്ക് ചാർജ് ചെയ്യാം ഇതിൽ നിന്ന്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനെ തന്നെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. താങ്ക് യു.